തീർച്ചയായും മദീനയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സൗദി അറേബ്യയിലെ മക്ക കഴിഞ്ഞാൽ ഇസ്ലാമിലെ രണ്ടാമത്തെ പുണ്യനഗരമാണ് മദീന, ഔദ്യോഗികമായി അൽ മദീന അൽ മുനവ്വറ. 1. ഇസ്ലാമിന് മുൻപുള്ള കാലഘട്ടം യത്രിബ്. ആദ്യകാല നാമം ഇസ്ലാമിന്റെ ആഗമനത്തിന് മുൻപ് ഈ നഗരം യാത്രിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആദിമ സമൂഹം നൂഹ് നബിയുടെ 4ാം തലമുറയിൽപ്പെട്ട അമാലിക്കക്കാർ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ താമസക്കാർ. ഗോത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ജൂദ്ഗോത്രങ്ങൾ ബനു കൈനുകാ, ബനു നദീർ, ബനു ഖുറൈദ കുടിയേറി. പിന്നീട് യമനിൽ നിന്ന് അറബി ഗോത്രങ്ങളായ ഔസ്, ഖസ്റജ് എന്നിവരും എത്തി. ഇവരുടെ പരസ്പര വൈര്യം ഇവിടെ നിലനിന്നിരുന്നു. 2. പ്രവാചകന്റെ ആഗമനവും ഇസ്ലാമിന്റെ വളർച്ചയും. ഹിജ്ര 622 ക്രി. വ. എ. ഡി. 622 പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിലെ പീഡനങ്ങളെ തുടർന്ന് അനുയായികളോടൊപ്പം യത്രിബിലേക്ക് പലായനം ചെയ്തു. ഇതാണ് ഹിജ്ര എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിക കലണ്ടറിന്റെ ഹിജ്ര വർഷം തുടക്കം ഈ സംഭവത്തോടെയാണ്. മദീനത്തുറസൂൽ പ്രവാചകന്റെ വരവോടെ നഗരം മദീനത്തുറസൂൽ പ്രവാചകന്റെ നഗരം അല്ലെങ്കിൽ ചുരുക്കത്തിൽ മദീന എന്ന് അറിയപ്പെടാൻ തുടങ്ങി. നിലവിൽ മദീന മുനവ്വറ പ്രശോഭിത നഗരം എന്നും അറിയപ്പെടുന്നു. ആദ്യത്തെ നഗരരാഷ്ട്രം നബി ഇവിടെ ഔസ്, ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിലും മുഹാജിറുകൾ, മക്കയിൽ നിന്ന് വന്നവർ, അൻസാരികൾ, മദീനയിൽ ഉണ്ടായിരുന്നവർ എന്നിവർക്കിടയിലും ഐക്യം സ്ഥാപിച്ചു. മദീന ഭരണഘടന ചാർട്ടർ ഓഫ് മദീന സ്ഥാപിക്കപ്പെട്ടു. ഇത് ലോകത്തിലെ ആദ്യത്തെ നഗരരാഷ്ട്രങ്ങളിൽ ഒന്നായി മദീനയെ മാറ്റി. മസ്ജിദുന്നബവി നബി ഇവിടെ മസ്ജിദുന്നബവി പ്രവാചകന്റെ പള്ളി നിർമ്മിച്ചു. ഇത് ആരാധന, വിദ്യാഭ്യാസം, ഭരണനിർവഹണം എന്നിവയുടെ കേന്ദ്രമായി മാറി. പ്രധാന സംഭവങ്ങൾ ബദർ, ഉഹ്ദ്, കന്ദക് തുടങ്ങിയ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന യുദ്ധങ്ങൾക്ക് മദീന വേദിയായി. 3. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഖിലാഫത്ത് പ്രവാചകന്റെ വിയോഗശേഷം ആദ്യത്തെ 4 ഖലീഫമാരുടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഭരണകാലത്ത് റാഷിദൂൻ ഖിലാഫത്ത് മദീന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി തുടർന്നു. തലസ്ഥാനം മാറ്റം 4ാം ഖലീഫയായ അലി തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റുന്നതുവരെ ഏകദേശം 40 വർഷക്കാലം മദീന ഈ പദവിയിൽ തുടർന്നു. തുടർന്നുള്ള ഭരണങ്ങൾ പിന്നീട് ഉമയ്യദ്, അബ്ബാസി, മംലൂക്കി, ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ ഭരണത്തിൻ കീഴിലായി. 4. ആധുനിക മദീന. ഓട്ടോമൻ ഭരണം. ഓട്ടോമൻ തുർക്കികളുടെ കാലത്ത് മദീനയ്ക്ക് സംരക്ഷണം ലഭിച്ചു. സൗദി അറേബ്യയുടെ ഭാഗം. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇബ്നു സൗദിന്റെ നേതൃത്വത്തിൽ സൗദി രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടെ മദീന അതിന്റെ ഭാഗമായി. വികസനം. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭരണത്തിൻ കീഴിൽ മസ്ജിദുന്നബവി വലിയ തോതിൽ വികസിപ്പിക്കുകയും നഗരം ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മദീന ഇസ്ലാമിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്നു.